ഇന്ന് ദുബായ് മാൾക്ക് ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നമ്മള്. ദുബായ് മാളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ മാത്രം ആശയം വലുതായെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ദുബായ് മാളിൽ നിന്നും അഫോർഡബിൾ ആയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കിടക്കുന്ന സാധനത്തിനൊക്കെ വെറും 39 ദിർഹംസ് ഉള്ളൂ. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് കരുതിയിട്ട് ദുബായ് മാളിൽ നമ്മൾ അങ്ങനെ ഒന്നും പർച്ചേസ് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സ് അവിടെ കട്ട് പീസ് ഐറ്റംസ് ഒരു ഏരിയയിൽ ബെസ്റ്റ് ബൈ ആയിട്ട് ഇടാറുണ്ട്. അവിടെ പോയിട്ട് തപ്പിയിരുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ദുബായ് മാൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓഫർ പിന്നെ അവിടെ കണ്ടാലും നമ്മൾ വിടാറില്ലല്ലോ. നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആയതുകൊണ്ട് നല്ലൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ വിട്ടത് വലിയക്കാൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് നമുക്ക് ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്വന്തം അനിയന്മാരെ പോലെ കണ്ട് സ്നേഹിക്കുന്ന അതേപോലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ലുവിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിമും കളിച്ചിങ്ങാണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ടേബിളിൽ സാധനം സെറ്റായി. ടേബിളിൽ നോക്കിയപ്പോൾ ഫുഡ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ സലാഡും ചമ്മന്തിയും അച്ചാറും പപ്പടമൊക്കെ ആയിട്ട് ഒരു അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു വലിയക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തിന്നാൻ തന്നെ കാര്യത്തിൽ വലിയക്ക് ഭയങ്കര ഷെയറാണ്. അതേപോലെ തന്നെ തിന്നുന്ന കാര്യത്തിലാണെങ്കിൽ നിഷാദും ഭയങ്കര ഷെയറാണ്. ഫുഡ് അടി കഴിഞ്ഞപാട് പായസം പയമ്പരും കൂടി ടേബിളിൽ വന്നപ്പോഴാണ് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി പരീക്ഷിക്കുന്ന നിഷാന് ഒരു ഐഡിയ വന്നത്. പയമ്പരും പായസം കൂടി ഉള്ള ഒരു കോംബോ സംഭവം. എൻ്റെ അടുത്ത് ഇടക്കിടക്ക് പാളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലൂക്ക് ഒരു ടാറ്റിയും കൊടുത്തുകൊണ്ട് നമ്മൾ വിട്ടു. അപ്പോൾ ഓക്കെ ബൈ.